പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട കാഴ്ചകളാണ്. ഉത്സവപ്പറമ്പിൽ ബലൂൺ വയ്ക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വഴി വെച്ച് കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിക്കാം. ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇപ്പം മൊബൈൽ ഫോണിൽ കുട്ടികൾ, ചെറിയ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മ എടുത്ത് മൊബൈൽ ഫോൺ കൊടുക്കുകയാണ് കാർട്ടൂൺ കാണാനും ഒക്കെ ആയിട്ട്. പണ്ട് കാലത്ത് ഉത്സവപ്പറമ്പിൽ തോളിൽ ചുമന്നുകൊണ്ട് വരുന്ന വലിയൊരു പടാകൃതിയിലുള്ള സ്റ്റാൻഡും കാര്യമായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും, ബോർഡ് പോലെ കുറേ കാര്യങ്ങളൊക്കെ. അതിനകത്ത് അപ്പുപ്പ അമ്മമ്മ എന്ന് വിളിക്കുന്ന ഒരു ബലൂണുണ്ട്, ബലൂണും പി ആയിട്ടുള്ള. അത് നമ്മളെ ഊതി വീർപ്പിച്ച് വിടുമ്പോഴേക്കും അതിലൊരു ശബ്ദം വരും. അപ്പം ഞങ്ങൾ അന്ന് പറയുന്നതാണ് അപ്പുപ്പ അമ്മമ്മ എന്ന് ബലൂണിന് കേട്ടോ. ആ കാഴ്ചകളൊന്നും ഇപ്പം ഇല്ല, നമ്മുടെ ഉത്സവപ്പറമ്പുകളിലൊന്നുമില്ല. ഞാൻ ഒരു വഴിക്ക് പോയിട്ട് വന്ന സമയത്ത് ഈ ഒരു മനുഷ്യൻ തോളിൽ വെച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിനെ ഞാൻ വീഡിയോയിലേക്ക്, എൻ്റെ ചാനൽ വീഡിയോയിലേക്ക് പകർത്തി അദ്ദേഹത്തിന് ചെറിയൊരു സഹായം ഞാൻ ചെയ്തു. അങ്ങനെ ആ കാഴ്ചകളാണ് എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ കാണിക്കുന്നത്. നമുക്ക് പോകാം കാഴ്ചകളിലേക്ക്. ഞാൻ ഒരു യാത്രയിൽ വരുന്ന വഴിക്ക് അവിചാരിതമായിട്ടൊരു കാഴ്ച കണ്ടു കേട്ടോ. നമ്മളെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ കുട്ടിക്കാലത്ത് ഇതിനേക്കാളും വളരെ വീതിയായിട്ട് അല്ലേ. അപ്പം ബലൂണും കാര്യങ്ങളും ഉത്സവം നടക്കുന്ന സമയത്താണ് നമ്മളെ ഉത്സവപ്പറമ്പുകളിലാണ് ഇത് വരുന്നത്. ഈ കറക്കി ഈ കൊട്ടുന്ന ഒന്ന് കൊട്ട ഇങ്ങനെ കൊട്ടി വരും. നമ്മളൊക്കെ അന്ന് കുട്ടിയല്ലേ, വീട്ടിൽ കിടന്ന് ബോളം കാണിക്കും വാങ്ങിച്ചു തരാനായിട്ട്, പിയും കാര്യങ്ങളുമൊക്കെ. അതൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ സഹോദരൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് കേട്ടോ. ഇത് എത്ര വർഷമായിട്ട് ഇപ്പോൾ ഉണ്ട്? 30 വർഷമായിട്ടുണ്ട്. 30 വർഷം എന്ന് പറയുമ്പം നമ്മളെയൊക്കെ ചെറുപ്പകാലമുണ്ടത്. 30 എന്നല്ല, ഇപ്പോൾ 40-50 വർഷത്തിന് മുമ്പേയൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് പക്ഷേ ഇത് ചെറുതായി അല്ലേ, കൊണ്ടു കിടക്കാനുള്ള സൗകര്യത്തിന് മാറ്റിയതാണ്. പിന്നെ നമ്മുടെ കാശിൻ്റെ സൗകര്യവും കാര്യങ്ങളുമൊക്കെ. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടികളില്ല. ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴേ ഞാനിങ്ങനെ എൻ്റെ വണ്ടി നിർത്തിയിട്ട് കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്. നമ്മളെ കുട്ടിക്കാലത്ത് കണ്ട കാര്യങ്ങളാണ്. പോയിക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നിന്ന്. എന്താ പേരെന്താണ്? ഗിരീശൻ. എവിടെയാണ് സ്ഥലം? മുട്ടത്തറ. ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള ജോലി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഉത്സവപ്പറമ്പുകളിലൊക്കെ പോവും? എവിടെയൊക്കെ പോവും? അല്ല, നമ്മളെ ഈ തിരുവനന്തപുരം ജില്ല വിട്ട് വേറെ എവിടെയെങ്കിലും പോകും? കൊല്ലം പോയിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴത്തെ മക്കൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. മൊബൈൽ ഫോൺ എടുത്ത്, അച്ഛൻ്റെ അമ്മയുടെ മൊബൈൽ ഫോൺ എടുത്ത് കൈ കൊടുക്കുകയാണ് കുട്ടിക്ക് കളിക്കാൻ അല്ലേ. മൊബൈൽ ഫോണിൽ ആണ് ഇപ്പോൾ കമ്പം. ഇതിലൊന്നും കമ്പമില്ല. ഇത് അപ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഞാനിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനലിൽ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ.